എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചാറ്റ് GPTയും അതുപോലെ ബ്ലൂഹോസ്റ്റും ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സീരീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ക്ലാസ്സസ് അല്ലെങ്കിൽ ഈ ഒരു സീരീസിനൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതിൻ്റെ റെസിപ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഇമെയിലിലേക്ക് തന്നെ നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. എന്തെങ്കിലും രീതിയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സഹായമാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചാറ്റ് GPT ഉപയോഗിച്ച് ഒരു മണി മേക്കിംഗ് ബ്ലോഗാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. SSL പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ SSL സർട്ടിഫിക്കറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ കണ്ടൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്ന് അതിലേക്ക് ട്രാഫിക്കുകൾ വരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഹാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു അറ്റാക്കിങ്ങോ മാൽവെയറോ ഒക്കെ കയറി കൂടാനുള്ള ചാൻസസ് ഉണ്ട്, ഒരുപാട് ട്രാഫിക്ക് വരുന്നതനുസരിച്ച്. അങ്ങനെ ട്രാഫിക്ക് വരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിനൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് SSL പ്രൊട്ടക്ഷൻ, അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള SSL പ്രൊട്ടക്ഷൻ നമ്മളുടെ സൈറ്റിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി വേഡ്പ്രസ്സിലൂടെ നമ്മൾ സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലൂടെ പോകുമ്പോഴും നമുക്ക് SSL സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ബ്ലൂഹോസ്റ്റ് വഴി പോകുമ്പോൾ നമുക്ക് ഫ്രീ SSL പ്രൊട്ടക്ഷനാണ് ബ്ലൂഹോസ്റ്റ് വഴി നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ SSL സർട്ടിഫിക്കറ്റിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരു ലോക്ക് സിമ്പൽ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവുക. നമ്മളുടെ ബ്രൗസറിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ സൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എത്തുന്നത് HTTPS എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴാണ്. HTTPS ഫോർമാറ്റിലാണ് ഈ SSL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് പെർഫോം ചെയ്യുക. SSL സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ HTTP മാത്രമേ നമ്മളുടെ സൈറ്റിൽ ഉണ്ടാവുകയുള്ളൂ. SSL സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിന് SSL സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സൈറ്റ് digitalkerala.co.in എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്താൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഈ ഒരു സൈറ്റ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്താൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കിതും SSL സർട്ടിഫിക്കറ്റ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് കാണാം. ഇപ്പോൾ ബ്ലൂഹോസ്റ്റിൻ്റെ സൈറ്റ് അവരുടെ സൈറ്റിൽ എങ്ങനെയാണോ ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ SSL സർട്ടിഫിക്കറ്റ് പ്രൊട്ടക്ഷനും കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ കണക്ഷൻ സെക്യൂർ ആണെന്നുള്ളതും ഡീറ്റെയിൽസും എല്ലാം കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതേ SSL സർട്ടിഫിക്കറ്റ് പല കമ്പനികളും പെയ്ഡ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഗോഡാഡിയിലാണ്. ഗോഡാഡിയിൽ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ SSL സർട്ടിഫിക്കറ്റിന് ഒരു വർഷത്തേക്ക് 3500 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങണമെന്നാണ് കാണിക്കുന്നത്. ആ സ്ഥാനത്ത് നമുക്ക് ഫ്രീ SSL സർട്ടിഫിക്കറ്റാണ് ഹോസ്റ്റിങ്ങിനൊപ്പം തന്നെ പ്രൊവൈഡ് ആവുക. ഗോഡാഡിയിൽ മാത്രമല്ല വേറെയും സൈറ്റുകളുണ്ട്. നെയിം ചീപ്പിൽ നിന്ന് നമ്മൾ ഡൊമൈൻ വാങ്ങുന്ന ആ ഒരു സൈറ്റിലും ഇതുപോലെ 2500 രൂപ ഒരു വർഷത്തേക്ക് കൊടുക്കണമെന്നാണ് കാണിക്കുന്നത്. എന്നാൽ ബ്ലൂഹോസ്റ്റിൽ നമുക്കിത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ബ്ലൂഹോസ്റ്റിൻ്റെ ബാക്ക്-എൻഡ് ഏരിയയിലേക്ക് എത്താം. ബാക്ക്-എൻഡ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റ്സ് മൈ സൈറ്റ്സ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സൈറ്റിൻ്റെ മാനേജ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി പാർട്ടെല്ലാം ഇവിടെ ഉണ്ടാവും. സെക്യൂരിറ്റി പാർട്ട് ബാക്ക്-എൻഡിൽ നമ്മുടെ ഓരോ വെബ്സൈറ്റിൻ്റെ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് വേണമെങ്കിൽ നമുക്കൊരു പ്ലാനിൽ പർച്ചേസ് ചെയ്ത് കീപ്പ് ചെയ്യാം. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ SSL സർട്ടിഫിക്കറ്റ് ലെറ്റ്സ് എൻക്രിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണിത്. ഇനി അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SSL helps to keep information like ലോഗിൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കൊടുക്കുന്ന സൈറ്റിൽ കൊടുക്കുന്ന പാസ്വേഡുകൾ,
ഇനി ചിലപ്പം വല്ല ഇ-കൊമേഴ്സ് സൈറ്റുകളൊക്കെ ആണെങ്കിൽ അവരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം സേഫായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് SSL സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിനകത്തേക്ക് ഇനി ട്രാഫിക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പോലെ നമ്മൾ ചെയ്തു വെക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് SSL സർട്ടിഫിക്കറ്റ്. ഇനി ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് വേർഷൻ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ സൈറ്റിൽ അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മാൽവെയറോ എന്നിട്ടും കയറിയാലോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടന്നെങ്കിലോ അതിനു വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ, സൈറ്റ് ലോക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇനി എൻഫോഴ്സ് HTTPS എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഫോഴ്സ് എ സെക്യൂർ കണക്ഷൻ ടു യുവർ വെബ്സൈറ്റ് ടു പ്രൊവൈഡ് എ സേഫ് ആൻഡ് സെക്യൂർ ബ്രൗസിംഗ് എക്സ്പീരിയൻസ് ടു യുവർ വെബ്സൈറ്റ് വിസിറ്റേഴ്സ്. അതായത് യൂസേഴ്സിന് കുറച്ചുകൂടെ നല്ല ബ്രൗസിംഗ് എക്സ്പീരിയൻസ് നമ്മളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ പെർഫോമൻസിൽ നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ബ്ലൂ ഹോസ്റ്റിലെത്തിയതിന് ശേഷം നിങ്ങളൊരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഏതൊരു ഹോസ്റ്റിംഗ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഹോസ്റ്റിംഗ് പ്ലാനുകൾ, ഇപ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാൻസും ബ്ലൂ ഹോസ്റ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം ഒപ്പം നമുക്ക് SSL സർട്ടിഫിക്കറ്റ് പ്രൊട്ടക്ഷൻ എല്ലാ പ്ലാനുകൾക്കൊപ്പവും നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഏത് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റിലെത്തി ഏറ്റവും കുറവ് പ്ലാൻ, ഒരു വർഷത്തെ പ്ലാൻ എടുത്താൽ പോലും നിങ്ങളുടെ വെബ്സൈറ്റിന് വേണ്ടുന്ന SSL സർട്ടിഫിക്കറ്റ് പ്രൊട്ടക്ഷൻ ബ്ലൂ ഹോസ്റ്റ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇതായിരുന്നു. നമ്മുടെ വെബ്സൈറ്റിന് ഒരു SSL സർട്ടിഫിക്കറ്റ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. SSL സർട്ടിഫിക്കറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി പ്രത്യേകം പൈസ കൊടുത്തെടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റിൻ്റെ ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ SSL സർട്ടിഫിക്കറ്റ് പ്രൊട്ടക്ഷൻ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക്-എൻഡിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അത് ഓരോ വെബ്സൈറ്റിൻ്റെയും ബാക്ക്-എൻഡ് ഏരിയയിൽ വന്ന് മൈ സൈറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷൻസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. അക്കാഡമിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ താഴെയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇതുവരെയായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, എപ്പോഴാണോ നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ വരിക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി തന്നെ പോവുക. റെസിപ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഇമെയിലിൽ തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി വീണ്ടും നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ വിത്ത് വീഡിയോ. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.